ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവു ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂ കെട്ടാനായിട്ടാണ് ദേവു വന്നത്. ചന്ദ്ര ഇങ്ങ് ഇറങ്ങി വന്നില്ലേ? ഓഹോ, നീ നീ എന്താ ഇവിടെ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമ്മുടെ ദേവു സത്യം പറഞ്ഞ ആദ്യം ഒന്ന് പേടിച്ചു പോയി. അപ്പൊ സച്ചി രേവതി ഇതൊക്കെ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ദേവു പറഞ്ഞു, അത് പിന്നെ ഞാൻ ചേച്ചി വിളിച്ചിട്ട് മാല കെട്ടാൻ വേണ്ടി വന്നതാ. ഓ, മാല കെട്ടാനല്ലാതെ നിനക്ക് വീട് കെട്ടാൻ അറിയോ? അറിയില്ലല്ലോ. മാല കെട്ടാനാ നീ വന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ ആകെ അറിയാവുന്ന ജോലി ഇതല്ലേ? മാല കെട്ടിയേ ഞങ്ങള് വേണമെങ്കിൽ വീട് വരെ കെട്ടും, കണ്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര കെട്ടും കെട്ടും, വീടും കെട്ടും, നീയൊക്കെ വായ കൊണ്ട് കെട്ടും, അല്ലാതെ വീടൊന്നും കെട്ടാൻ ഈ ജന്മം നിങ്ങൾക്ക് കഴിയില്ല. ആഗ്രഹം കണ്ടില്ലേ, വീട് കെട്ടും പോലും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ സച്ചേട്ട ടാർപ്പ വലിച്ചു കെട്ടണോട്ടോ, ഇല്ലെങ്കിൽ വെയിലടിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം സച്ചി ശരി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് എല്ലാവരോടും നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പൊ അവരും നമസ്കാരമൊക്കെ കൊടുത്തു. അപ്പൊ രേവതിയോട് ചോദിച്ചു, പൂക്കളൊക്കെ മേടിച്ചോ? പൂക്കളൊക്കെ കൊണ്ടുവന്നു, ഓരോ ഓട്ടോയ്ക്ക് കൊള്ളുന്നതേ എടുത്തിട്ടുള്ളൂ, ഇനിയും പോണം എടുക്കാനായിട്ട്. ഇനിയും പോണം അല്ലേ? എങ്കില് എല്ലാം പെട്ടെന്ന് ചെയ്യ്, പൂവൊക്കെ കെട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, ദേവു നമുക്ക് ഇവിടെ പാ ഇട്ടിട്ട് പൂ കെട്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അതെന്താ ഇവിടെ ഇരുന്നാണോ പൂ കെട്ടുന്നത്? അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, അത് ശരി, ഇവിടെ പറ്റത്തില്ല, ഇവിടെ പൂ കെട്ടാൻ പറ്റില്ല. ഇവിടെ പൂ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ, വഴിയിലാണോ പൂ കെട്ടുന്നത്? ഇവരോട് പറ വേറെ എവിടെയെങ്കിലും പോയിരുന്നു മാല കെട്ടാനായിട്ട്, വീട്ടിന്റെ ഫ്രണ്ടിലല്ലേ ഇരുന്ന് മാല കെട്ടുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഓ, ഇത് നാഷണൽ ഹൈവേ അല്ലേ, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവള് പറഞ്ഞത് ശരിയല്ലേ സച്ചി? അപ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പോയിട്ടോ നമ്മുടെ സച്ചി. അപ്പൊ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറ രവിയേട്ട, അങ്ങനെ പറഞ്ഞു കൊടുക്ക. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല, ഇവിടെ ഇരുന്ന് എന്തിനാ പൂ കെട്ടുന്നത്? കാറ്റടിച്ചാ പൂക്കള് പറന്നു പോകും, വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടിപ്പോവും, മഴ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെ എല്ലാം എടുത്തോണ്ട് വീട്ടിന്റെ ഹാളിൽ പോയിരുന്ന് കെട്ടാൻ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര, ഹോളിലോ? ഹോളിലിരുന്ന് പൂ കെട്ടാനോ? ഏ അത് ഞാൻ സമ്മതിക്കത്തില്ല. ഹോളിലിരുന്ന് പൂ കെട്ടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അതെന്താ നീ സമ്മതിക്കാത്തത്? അതെ, ആ സോഫയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് അവിടെ കൂടുതൽ സ്ഥലം കിട്ടില്ല ചന്ദ്രേ, പിന്നെന്താ? അച്ഛൻ പറഞ്ഞത് ശരിയാ. എനിക്കെന്താ ഇത് നേരത്തെ തോന്നാതിരുന്നത്? ഇപ്പോഴാ ബുദ്ധി തോന്നിയത്. എല്ലാവരും പൂക്കളൊക്കെ എടുക്കെടുക്കെടുക്കെടുക്ക എന്നിട്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്ക്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പറ്റില്ല പറ്റില്ല പറ്റില്ല. അകത്ത് പൂക്കള് നിരത്തിയാലേ ആൾക്കാർക്ക് നടക്കണ്ടേ? അച്ഛ നടക്കാൻ പഠിക്കുന്ന കുട്ടികളെ പോലെയാണല്ലോ ഇവര് ഓടണം നടക്കണം എന്നൊക്കെ പറയുന്നത്. എന്തായാലും മോനെ, നീ ഇവിടെ ഇരുന്ന് മാല കെട്ടണ്ട, ഞാനല്ല പറഞ്ഞത് അകത്തിരുന്ന് കെട്ടിയാൽ മതിയെന്ന്. എല്ലാവരും പൂക്കൾ എടുത്തോണ്ട് അകത്തേക്ക് വാ, അല്ലെങ്കിൽ വരുന്നവരെ വഴിയിലാണോ ഇരുത്തുന്നത്? അകത്തേക്ക് വാ എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ എല്ലാരെയും വിളിച്ച് അകത്തേക്ക് കയറ്റി. ചന്ദ്രയുടെ അടവ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീറ്റി പോയിട്ടോ. മാക്സിമം നമ്മുടെ ചന്ദ്ര ഒഴിവാക്കാൻ നോക്കി, പറ്റിയില്ല. എല്ലാരും പൂക്കൊട്ടയും പൂവൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി വരികയാണ്. ചന്ദ്ര ഇങ്ങനെ മാറി നിൽക്കുക. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്താ നീ വരുന്നില്ലേ? അത് പിന്നെ രവിയേട്ടാ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലേ? അതെ, ഇപ്പൊ അത്യാവശ്യം നീ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. നീ അകത്തേക്ക് വാ ചന്ദ്രൻ, നീ എന്തിനാ കുത്തി ഇവിടെ നിൽക്കുന്നത്? ബാ അകത്തേക്ക് ബാ എന്ന് പറഞ്ഞ് ചന്ദ്രനെ വിളിക്കുകയാണ്. അങ്ങനെ സെറ്റിയൊക്കെ മാറ്റി എല്ലാവരും പായൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് പൂ കെട്ടാനായിട്ട് തുടങ്ങാണ്. ഇതെല്ലാം കണ്ടു നിന്ന് ചങ്കു പൊട്ടു അല്ലാതെ വേറൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ദേഷ്യം വരും. അപ്പോഴാണ് നമ്മുടെ സുധി ഇറങ്ങി വരുന്നത്. സുധി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോ ഇവിടെ ഇതെല്ലാം അറിയാൻ ചെയ്യുകയാണ്. അപ്പൊ സുധി ആണെങ്കിലോ, അമ്മേ, ഇവര് നമ്മുടെ വീട് പൂക്കടയാക്കി മാറ്റുന്നാ തോന്നുന്നത്. അവളുടെ ആളുകളെ എന്റെ വീടിനകത്ത് കയറ്റി എന്തൊക്കെയാ അവരെന്നെ പറഞ്ഞതെന്ന് അറിയോ നിനക്ക്? അല്ല, ഇവരെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് ഡിസ്റ്റർബൻസ് ആകും, ഇറിറ്റേഷൻ ആവും. ഞാൻ പറഞ്ഞ നിന്റെ അച്ഛൻ കേൾക്കുവോ? ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാന്ന് പറ. നിന്റെ അച്ഛൻ ഞാൻ പറയുന്ന കേൾക്കാറേ ഇല്ല. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, മോളെ അതൊക്കെ അങ്ങോട്ട് ഒതുക്കിയിട്ടോ, അതൊക്കെ ഒതുക്കിയിട്ട് നല്ലപോലെ സ്ഥലം അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക, എങ്കിലല്ലേ അത്രയും പൂ അവിടെ വാരിയിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ സുധീനെ കണ്ട ഉടനെ രവീന്ദ്രൻ വന്നിട്ട്, എടാ സുധി, നീ എന്താടാ ഇവിടെ ഒന്ന് നോക്കി നിൽക്കുന്നത്? അവർക്ക് പണി ചെയ്യട്ടെ, അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ വെച്ച് സഹായിക്കടാ. ഞാനോ? നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. എടാ ഡിഗ്രി ഇങ്ങോട്ട് വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ രവീന്ദ്രൻ സുധീനെ വിളിച്ചോണ്ട് പോയിട്ട്, ആ ഡെസ്ക് ഒക്കെ മാറ്റിയിട്ടേടാ, ആ സോഫയും ആ സ്റ്റാൻഡും ഒക്കെ എടുത്ത് മാറ്റിയിട്ടേടാ.
അയ്യോ ഞാനോ അച്ഛ ഞാൻ ഇതൊക്കെ എങ്ങനെയാ മാറ്റിയിടുന്നത്? എന്താ നിനക്ക് മാറ്റിയിടാൻ പറ്റത്തില്ലേ? എടാ മാറ്റിയിടറ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാറ്റി ഇടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ഒരു ലാമ്പ് കണ്ടു. ലാമ്പ് എടുത്തിട്ട് അച്ഛ ഇത് അച്ഛൻ പിടിച്ചോണ്ട് നിൽക്കുവോ? അല്ലാതെ ഞാൻ ഇത് എവിടെ വെക്കും? നീ ഒരു കാര്യം ചെയ്ത് നിന്റെ തലയെ വെക്കേ. എടാ അത് അകത്ത് കൊണ്ട് വെക്കടാ. അയ്യോ ഇതുപോലൊരു പൊട്ടനായി പോയല്ലോ. ഇവനോട് ഇതൊക്കെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും പറയുവോ? എടാ ഇതൊക്കെ മാറ്റി വെക്കാൻ പോലും കഴിയാത്ത നിന്നോട് ഞാൻ എന്താടാ പറയുക? ഓ നിന്നെ എന്താടാ ചെയ്യേണ്ടത്? 4 ഡിഗ്രി പോലും 3 ഡിഗ്രി പോലും എന്ത് ഡിഗ്രി? കുറെ ഡിഗ്രിയും കൊണ്ടിരിക്കാം. ഈ സമയത്ത് നമ്മുടെ സച്ച് വന്ന് പൂവൊക്കെ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ വാരിക്കോരി കുടഞ്ഞിട്ടു. അങ്ങനെ റോസാപ്പൂവായി, ജമന്തി പൂവായി, പല സൈസ് ഇലകളായി, അങ്ങനെ എല്ലാം ഇങ്ങനെ കോരി കോരി ഇടുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സന്തോഷം തോന്നുന്നു. രവീന്ദ്രൻ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പുറത്ത് മാറി നിന്ന് ചന്ദ്രയും സുധിയും കൂടെ അയ്യോ ചങ്ക് പൊട്ടിയ ഇതൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മുടെ സുധി പറഞ്ഞു, അമ്മ ഇതിന് മാത്രം പോവോ? ഇതെന്തിനാ ഇത്രയും പോവോ? ഓ എടാ എന്തോ വലിയ ഓർഡർ എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട് അതാന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്നൊരു ചേച്ചി പറഞ്ഞു, പെട്ടെന്ന് ആട്ടെ, പറഞ്ഞ സമയത്ത് തീർത്ത് കൊടുക്കണ്ടേ, പെട്ടെന്ന് പെട്ടെന്ന്. സച്ചി കുറച്ച് സ്പീഡില്. പെട്ടെന്ന് കൊണ്ടുവരാൻ ചേച്ചി, ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് ഭയങ്കര ഉത്സാഹം കേട്ടോ. സച്ചി വീണ്ടും പൂവൊക്കെ എടുത്തോണ്ട് വന്ന് വാരി ഇടുകയാണ്. അങ്ങനെ വാരി വാരി ഇട്ടിട്ടും പൂ തീരുന്നില്ല. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛ എന്താ മണമല്ലേ? അതേ മോനെ ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന പോലെയുണ്ട്. സത്യം പറഞ്ഞാലേ വീടെ ഒരു പൂന്തോട്ടമായി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ അച്ഛന് ഞാനൊരു ജോലി ഏൽപ്പിക്കാം, കെട്ടുന്നതനുസരിച്ച് അതിന്റെ എണ്ണം ഇതിൽ എഴുതി വെക്കണം. ഓക്കെ ആണോ? ആ അത് പിന്നെ ഓക്കെ അല്ലേ, ഞാൻ ഏറ്റു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട്, എന്താ അച്ഛാ ഡയറി ഒക്കെ ആയിട്ട്? അത് പിന്നെ നിന്റെ കെട്ടിയോനെ എന്നോട് പറഞ്ഞേക്കുക, കെട്ടുന്ന പൂക്കളുടെ എണ്ണം കറക്റ്റ് ആയിരിക്കണം, അത് എഴുതി വെക്കണമെന്ന്. എന്നെ കണക്കപ്പിള്ള ആക്കി എന്നിങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ രേവതി ചിരിക്കാണ് കേട്ടോ. ഈ സമയത്ത് പൈസ എടുക്കാട്ടോ നമ്മുടെ രേവതി. പൈസ എടുത്തിട്ട് സച്ചിക്ക് കൊടുക്കുക. അതെ ഓട്ടോ കാശ് 300 രൂപ ഉണ്ട്, ഇന്നാ ഇത് പിടിക്ക്. 300 രൂപയോ ഓട്ടോ കാശ്? ആഹാ ഞാൻ 250 രൂപയല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാ 300 രൂപ? അത് പിന്നെ കൂടെ വന്ന് പൂക്കൾ ഓട്ടോയിൽ കയറ്റാൻ വേണ്ടി സഹായിച്ചതല്ലേ, 50 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. അച്ഛാ കേട്ടോ അച്ഛാ, ദേ ഇവളെനിക്ക് ടിപ്പ് തരിക, ടിപ്പ്. ടിപ്പ് തരും മോനെ, ടിപ്പ് തരും. നിന്റെ ഭാര്യയല്ലേ, നീ അങ്ങോട്ട് മേടിക്ക്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സമയമില്ല ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് സച്ചേട്ടൻ പോയി അടുത്ത ലോഡ് എടുത്തിട്ട് വാ. അപ്പോഴത്തേക്ക് സുധിയാണെങ്കിൽ ഇനിയും ലോഡോ എന്ന് ചന്ദ്രയോട്. എന്നിട്ട് നമ്മുടെ രേവതി അല്ല സച്ചി പോകുന്നതിന് മുമ്പ് പറയാണ്, അത് പിന്നെ നാളെ 8 മണിക്ക് മുമ്പ് 500 മാല കെട്ടൂലോ അല്ലേ? കെട്ടുന്ന എനിക്കറിയാം, എങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടിയാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, നടക്കട്ടെ, ഞാൻ പൂ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങ് പോവാ. ഈ 500 പൂമാല എന്ന് പറഞ്ഞപ്പോ തന്നെ സത്യം പറഞ്ഞ നമ്മുടെ സുധി ഒന്ന് ഞെട്ടി കേട്ടോ. സുധിയും ചന്ദ്രയും ഒന്ന് ഞെട്ടി. അപ്പോഴാണ് ഈ 500 പൂമാലയുടെ കണക്ക് നമ്മുടെ സുധിയും ചന്ദ്രയും കൂടെ കേൾക്കുന്നത്. ഈ സമയത്ത് ചന്ദ്ര വേർത്താകെ പരവശപ്പെട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുകയാണ് കേട്ടോ. വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ സുധിയോട് പറഞ്ഞു, കണ്ടില്ലേടാ? അമ്മേ ഞാൻ കണ്ടോണ്ടിരിക്കുക. ദേ അവൻ വീണ്ടും പൂക്കൾ എടുക്കാൻ പോയി. അമ്മേ വലിയ ഓർഡറാ. അയ്യോ 500 മാല ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? ഓ ലക്ഷങ്ങള് ലാഭം കിട്ടും, ലക്ഷങ്ങള്. ലക്ഷങ്ങളോ? എന്താടാ ഇത്? പൂ കെട്ടി വിറ്റാല് ഇത്രയും ക്യാഷ് കിട്ടുവോ? അയ്യോ ഇത് വലിയ അതിശയമാണല്ലോ. ഇങ്ങനെ പോയാൽ ഈ പൂ കെട്ടുന്നത് നമ്മള് പിടിച്ചാ കിട്ടില്ലല്ലോ. സത്യമേ പിടിച്ചാ കിട്ടില്ല. അയ്യോ എത്ര ലക്ഷം രൂപ കിട്ടുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വീണ്ടും ഇരുന്ന് പൂ കെട്ടുന്ന സീനാട്ടോ കാണിക്കുന്നത്. രേവതി സ്പീഡിൽ ഇരുന്ന് പൂ കെട്ടുന്നു, ദേവു സ്പീഡിൽ ഇരുന്ന് പൂ കെട്ടുന്നു, അതുപോലെ വന്നവരെല്ലാം സ്പീഡിൽ ഇരുന്ന് പൂ കെട്ടുന്നു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിട്ട്, അതെ എന്താ ഇങ്ങനെ എല്ലാവരും പൂവൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എല്ലാവരും ഇത്രയും പൂക്കൾ കണ്ടിട്ടില്ലേ? അത് പിന്നെ ദേ ഇത്രയും പൂക്കൾ കണ്ടപ്പോഴത്തേക്കുവേ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത്രയും പൂക്കൾ മാലയാക്കാൻ പറ്റുമെന്ന് ഞങ്ങള് ചിന്തിച്ചതാ. അപ്പൊ രേവതി പറഞ്ഞു, പറ്റും. ദേ രേവതി മോളുടെ ആത്മവിശ്വാസം കണ്ടില്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നേരം വെളുക്കുമ്പോൾ ഒരു ചരിത്രം പിറക്കും. നമുക്ക് വേണമെങ്കിൽ ഇതൊരു റെക്കോർഡാക്കി തീർക്കാം. റെക്കോർഡ് ബുക്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ഗിന്നസ് ബുക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ 500 പേരുടെ വിവാഹം ഒരു വേദിയിൽ നടക്കാന്ന് പറഞ്ഞാലേ അത് വലിയ കാര്യമല്ലേ? അതിന് മാല കെട്ടാനുള്ള ഭാഗ്യം നിങ്ങൾക്കെല്ലാം ഉണ്ടായില്ലേ? അത് ഈ വീട്ടിൽ വെച്ച് അത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ പരസ്പരം മാലയിടാതെ കല്യാണം നടക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് മുഹൂർത്തത്തിന് മുമ്പ് തന്നെ മാലകൾ നമുക്ക് അവിടെ എത്തിക്കണം. ആ ഒരു ചിന്ത നമ്മുടെ തലയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂ കെട്ടാനായിട്ട് സാധിക്കും. അച്ഛ മാല രാവിലെ തന്നെ ഡെലിവറി ചെയ്യും, ഒരു വീഴ്ചയും ഉണ്ടാവില്ല. അത് രേവതിയാ പറയുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്ര ഡെലിവറി ചെയ്യും, അത്ര ഡെലിവറി. നീ ഒരു മധാമ്മയോ? മധാമ്മ?
രാവിലെ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞാൽ പോരെ, ഡെലിവറി പോലെ ഡെലിവറി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അല്ല രവീന്ദ്രൻ പറഞ്ഞു, നീ തുടങ്ങിയോ? നിനക്ക് എന്താ ചന്ദ്രേ, നിനക്കൊന്ന് വായടച്ചു വെക്കത്തില്ലേ? രാവിലത്തേക്ക് 500 മാല കെട്ടണമെങ്കിൽ ഇവരൊക്കെ 2 ജന്മം ജനിക്കണം. മിക്കവാറും ആ പാവങ്ങളുടെ കല്യാണം ഇവരൊക്കെ കാരണം മുടങ്ങും. അതിനാ ചാൻസ് കൂടുതൽ. അപ്പോഴത്തേക്ക് അതിലിരുന്നിട്ട് ചേച്ചി പറഞ്ഞു, നിങ്ങൾ രാവിലെ വരെ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ കാണാം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നീ ഇവിടെ കുറ്റി അടച്ച പോലെ ഇവിടെ നിൽക്കാതെ അവിടെ എങ്ങനെ പോയി ഇരിക്കുക. ഇരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റണ്ടേ? ഇവിടെ പൂ മാർക്കറ്റ് ആക്കിയിരിക്കുകയല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് വേറൊരു ജോലിയില്ലേ ഇവിടെ, നീയേ പോയി എല്ലാവർക്കും ചായ ഇട്ടോണ്ട് വാ. ചായ ഇടാനോ? ഞാനോ? നീ പോയി ചായ ഇട്, നിന്റെ വീടല്ലേ ഇത്, നിന്റെ വീട്ടിൽ വരുന്നവർക്ക് നീയല്ലേ ചായ ഇട്ട് കൊടുക്കേണ്ടത്, ചെല്ല ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്താടി നിനക്ക് പറ്റാത്തത്? മര്യാദയ്ക്ക് പോയി ചായ എടുക്കാൻ പറഞ്ഞു. പിന്നെ കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചളമാക്കി കുളവാക്കും നമ്മുടെ രവീന്ദ്രൻ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചന്ദ്ര വഴക്ക് കേൾക്കുന്നു അറിയാം. അതുകൊണ്ട് നമ്മുടെ ചന്ദ്ര വീണ്ടും കമാന്നൊരക്ഷരം മിണ്ടാതെ നേരെ ചെന്ന് ചായ എടുക്കാൻ പോയി. രേവതിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതെ, രേവതിനെ അങ്ങ് ദഹിപ്പിച്ച് കൊല്ലുകയാണ് നോക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടി നീ ഇവളെ നോക്കി പഠിപ്പിക്കുന്നത്? എനിക്കും ഇവക്കും ഒക്കെ ചേർത്ത് എല്ലാവർക്കും ചായ എടുത്തോണ്ട് വാ, നീ ഒന്ന് പോ. എന്താ ചന്ദ്ര പോയി, നീ പറഞ്ഞ അനുസരിക്കുന്നു പറഞ്ഞു. ദേഷ്യപ്പെട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ. കോപ്പ് ചായ എല്ലാത്തിനും ചായ ഇട്ട് കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നല്ലോ ഈശ്വര എനിക്ക് എന്നും പറഞ്ഞുകൊണ്ടാ നേരെ പോകുന്നത്. അങ്ങനെ അടുക്കളയിൽ ചെന്ന് നിന്ന് സത്യം പറഞ്ഞാൽ പുറകുറുക്കുകയും പാത്രമൊക്കെ വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഓർത്തത്, എങ്കിൽ പിന്നെ ഭാമേനെ ഒന്ന് വിളിക്കാന്ന്. അങ്ങനെ നേരെ ഭാമേനെ വിളിക്കും. അങ്ങനെ ഭാമേനെ വിളിച്ചിട്ട്, അതെ ഭാമേ, നീ എവിടെയാ ഉള്ളത്? നീയേ എത്രയും പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരണം, വന്നേ പറ്റൂ. വന്ന് നീ ഇവിടെ നടക്കുന്ന കൂത്തൊന്ന് കണ്ടിട്ട് എനിക്ക് പെരുവിരലെന്ന് തരിച്ചു കയറുക. നീ ഒന്ന് പെട്ടെന്ന് വാ ഭാമ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഏതായാലും ഭാമ വന്നു കഴിഞ്ഞാൽ കുറച്ച് പരദൂഷണം പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ, നേരത്തെ എവിടേക്കെങ്കിലും പോയാൽ മതിയായിരുന്നു, നിങ്ങൾക്ക് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കണം അത്ര. എന്താ ഇനിയിപ്പൊ ചെയ്യുക, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. കുറച്ച് വിം അങ്ങോട്ട് കലക്കി കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ വീണ്ടും പിന്നെ മാല കെട്ടുന്ന സീൻ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവു രവീന്ദ്രനോട് പറഞ്ഞു, അത് പിന്നെ ഞങ്ങളെ ഈ ഒരു പൂ കെട്ടുന്നതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവോ? ഒന്നിച്ച് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്താൽ അത് കണ്ടിട്ട് കൂടുതൽ ഓർഡറുകൾ ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കിത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എന്തിന്, വെറുതെ അതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഉണ്ട് മോളെ, ദേവുവിന് നല്ല ബുദ്ധിയുണ്ട്, സാമർത്ഥ്യക്കാര് തന്നെയാട്ടോ ദേവു. ഏതായാലും ഞാന് ഫോട്ടോ എടുത്ത് എന്റെ കൂട്ടുകാർക്കും ഫേസ്ബുക്കിലും ഒക്കെ ഇടാം. അത്ഭുതമല്ലേ ഇത്, 500 മാല കെട്ടുന്നതല്ലേ, ഇത് വലിയ അത്ഭുതം തന്നെയാ, എല്ലാവരും കണ്ടേ അതിശയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ള് വീഡിയോ പിടിക്കുക. ഈ സമയത്ത് നമ്മുടെ ശ്രുതി റൂമിനകത്ത് പോയി ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഇതെല്ലാം കേൾക്കുന്ന കാണുന്നുണ്ടല്ലോ. ശ്രുതി അവിടെ ചെന്നിട്ട് പറഞ്ഞു, അതായത് ശ്രുതിനെ കണ്ടിട്ട് പറയാ, ദേവുവേ മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാ പറയുന്നത്. എന്ത് മാർക്കറ്റിങ്? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, പഠിക്കുന്ന കുട്ടിയല്ലേ, പല ഐഡിയയും കാണും. അല്ല, നിന്റെ പാർലറും വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാലോ. അതിന് എന്റെ പാർലർ ആണെങ്കിലല്ലേ. നീ എന്താ ശ്രുതി പറഞ്ഞത്? നിന്റെ പാർലർ ആണെങ്കിലോ? അപ്പൊ നിന്റെ പാർലർ അല്ലേ? അല്ല, ഞാന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഓൾറെഡി എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാന്. ശ്രുതി, അങ്ങനെ ഒരു ചിന്ത വന്നാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കരുത്. ബിസിനസ് എപ്പോഴാ ക്ലച്ച് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മനസ്സിൽ തോന്നി അതങ്ങ് ചെയ്തോണം. അത് പിന്നെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ശ്രുതി പെട്ടെന്ന് ചെയ്യാം എന്നിങ്ങനെ പറയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഓരോ ഫോട്ടോ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ എടുക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി വന്ന് ഹോളിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവരുടെ പൂകെട്ടലൊക്കെ കാണുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഈ ഫോട്ടോ ക്ലിയർ ആവുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല. അത് പിന്നെ അങ്കിളെ ഫോട്ടോ ഞാൻ എടുക്കാം, ഇങ്ങിതാ. അപ്പം രേവതി പറഞ്ഞു, എന്റെ പൊന്നു ദേവു സമയമില്ല, അച്ഛൻ എടുത്തോളും, നീ അവിടെ അടങ്ങിയിരിക്കുക. അല്ല മോളെ, ഇത് ഞാൻ എടുത്തിട്ട് ക്ലിയർ ആവുന്നില്ലെന്നേ, ഇതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്നതല്ലേ, ഇതിന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കണം. എടാ സുധി, നീ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേടാ? നീ ഇവിടെ ഇരുന്നിട്ടാണോ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുന്നത്? ഇങ്ങ് വന്നേ, നീ ഇങ്ങ് വന്നിട്ട് വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തേ. അയ്യോ അച്ഛ, ഇതെന്താ അച്ഛൻ എന്നോട് പറയുന്നത്? എനിക്കിതൊന്നും അറിയത്തില്ല. നിനക്കിതൊന്നും അറിയത്തില്ലെന്നോ? എടാ വന്ന് ഫോട്ടോ എടുത്തേടാ. ഞാൻ കാനഡയിലേക്ക് പോകാൻ ഇരിക്കുവല്ലേ, നീ ഇപ്പൊ കാനഡയിലേക്ക് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി ഇത് കാണുന്നുണ്ട്. ശ്രുതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര ചായയൊക്കെ ആയിട്ട് വന്നത്. എന്നിട്ട് ദേവുവിനെ വിളിക്കുക ചന്ദ്ര. ദേവു ഇങ്ങ് വന്നേ, ഈ ചായ എടുത്ത് എല്ലാവർക്കും കൊടുത്തേ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ ദേവു വരുന്നത്? ദേവു ഇവിടെ ഇരുന്ന് പൂ കിട്ടുമല്ലേ, അതുകൊണ്ട്
ഒരു കാര്യം ചെയ്യും, നീ തന്നെ എടുത്തു കൊടുക്ക. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, വേണ്ട അച്ഛാ, ദേവു നീ എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു ഇങ്ങനെ എണീക്കാൻ തുടങ്ങാണ്. അങ്ങനെ എണീറ്റ് പതുക്കെ ചായ എടുത്തു കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട്, അതേ ദേവു ഒന്ന് ചിരിച്ചേ, അല്ല ചായയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാൻ രസമുണ്ട്, അത് നമുക്ക് ഫ്രണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും പൂക്കളൊക്കെ ആയിട്ട് എടുക്കാം, അതുകൊണ്ടൊന്ന് ചിരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ദേവു ചിരിച്ചു. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവു ചായയൊക്കെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സുധി ഇങ്ങനെ ചുറ്റും നടന്നിട്ട്, ചിരിച്ച എല്ലാവരും ഒന്ന് ചിരിച്ചേ, പൊടിക്കൊന്ന് ചിരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ വന്നിട്ട്, നീ ആരടാ, കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫറോ? അത് പിന്നെ അമ്മേ, എന്താ അമ്മേ, ഇത് ഇവര് അച്ഛനാ എന്നോട് പറഞ്ഞ് ഫോട്ടോ എടുക്കാന്. ഗിന്നസ് റെക്കോർഡ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. വേണേ കൊടുക്കാൻ ചത്രേ, വേണേ കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് ഇത്രയും മാല കിട്ടുമല്ലേ, മാല കെട്ടുന്നോണ്ട് വേണമെങ്കിൽ നമുക്ക് ഗിന്നസ് റെക്കോർഡിൽ കൊടുക്കാം. ചിലപ്പം ഇത് വാർത്തയിലൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഓ പിന്നെ വാർത്തയിൽ ഇപ്പൊ വരും, അതിന് മാത്രം ഇത് വലിയ ജോലിയൊന്നുമല്ല. 500 മാലയൊക്കെ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് കെട്ടാം. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഏയ് അങ്ങനെ ഈസി ആയിട്ടൊന്നും ആർക്കും കെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ദേവ് പറഞ്ഞല്ലോ, ആന്റിക്ക് മാല കെട്ടാൻ അറിയാമോ? അയ്യോ, മാല കെട്ടാൻ എന്താ, ഞാൻ പൂക്കാരിയാണോ? അപ്പോഴത്തേക്ക് അവിടെ നിന്ന് വേറൊരു സ്ത്രീ പറഞ്ഞു, പൂ കെട്ടുന്നത് ഒരു സാധാരണ ജോലിയൊന്നുമല്ല. അയ്യോ, കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി മേടിച്ചാലല്ലേ ഇത് കെട്ടാൻ പറ്റത്തുള്ളൂ, എന്റെ പൊന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ഇവളോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നടക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാം. നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ഇവിടെ പല മന്ത്രങ്ങളും വിദ്യകളും കാണിച്ചെന്നൊക്കെ ഇരിക്കുന്നു പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്ര ദേഷ്യം വന്നിട്ട് പോയി സെറ്റിയിട്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി അവിടെ നിൽപ്പുണ്ട്. ശ്രുതിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുശുമ്പും അസൂയൊക്കെയാണ് കേട്ടോ. ഈ സമയത്ത് പൂ ഇങ്ങനെ ഓരോന്നായിട്ട് കെട്ടി കെട്ടി വെക്കുകയാണ്. നമ്മുടെ രവീന്ദ്രൻ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് കണക്കും എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ഇത്രയും മാല നമ്മളൊന്നും കെട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ അവിടെ ഇരുന്ന ആൾക്കാർ ഇങ്ങനെ പറയാണ് കേട്ടോ. കുറെ ചേച്ചിമാരുണ്ടല്ലോ, അവരിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്ത് ഭംഗിയാ നിങ്ങൾ കെട്ടിയ മാല കാണാനായിട്ട്. ഇതൊന്നും അല്ല, രേവതി വെറൈറ്റി ആയിട്ട് നല്ല സ്പെഷ്യൽ മാല കെട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അങ്ങനെ ഒരു മാല ഞാനിനി ദേവുവിന്റെ കല്യാണത്തിനാണ് കെട്ടാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ദേവുവിനോട് അവിടെ നിന്നൊരു ചേച്ചി ചോദിച്ചു, അല്ല ഉടനെ ഞങ്ങൾക്ക് കല്യാണം കാണാൻ പറ്റുമോ ദേവു? ഉടനെ ഒന്നും കല്യാണം കാണാൻ പറ്റില്ല, ഞാന് ജോലി നേടിയെടുത്തിട്ടേ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പൊ വേറൊരു ചേച്ചി പറഞ്ഞു, അങ്ങനെ വേണം, എങ്കിലേ ജോലിയുള്ള പെണ്ണുങ്ങൾക്ക് ബഹുമാനം കിട്ടത്തുള്ളൂ. ദേ കേറി ചെല്ലുന്ന വീട്ടിലുണ്ടല്ലോ, ജോലി ഒന്നും ഇല്ലെങ്കിൽ വേലക്കാരിയെ പോലെയാ കാണുന്നത്, ഒരു വിലയും ഉണ്ടാകത്തില്ല എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്ക് അടുത്ത ചേച്ചി പറഞ്ഞു, ഒന്നെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ ജോലി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ അമ്മായിയമ്മമാർക്ക് മരുമക്കളും മക്കളാ, ഇല്ലെങ്കിൽ എന്നും മരുമക്കള് തന്നെയായിരിക്കും. മരുമക്കൾ മാത്രമല്ല, വേലക്കാരും ആയിരിക്കും. അപ്പൊ നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അഹങ്കാരികള് ഇവരെല്ലാം എന്നെ കൊള്ളിച്ചാണല്ലോ പറയുന്നത്. രേവതിയുടെ കൂടെ കൂടി ഇവരുടെ നാക്കിന് നീളം വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും എന്നെ തന്നെയാ ലക്ഷ്യമാക്കി ഓരോന്ന് പറയുന്നത്. ഏതായാലും രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വീട് മുഴുവനും പൂക്കളുടെ മണവാ, എന്താ സുഗന്ധം, വല്ലാത്തൊരു വാസന, ഇതൊരു വസന്തകാലം വന്ന പോലെ മനസ്സിനകത്ത് ഒരു പ്രത്യേക സുഖം തോന്നുക. അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു, ദിവസം പൂ മാർക്കറ്റ് വാങ്ങാങ്കളെ, മനസ്സിന് നല്ല സുഖം തോന്നും. ഓഹോഹോ, അപ്പൊ മനസ്സിന് സുഖവും സന്തോഷം ഒക്കെ കിട്ടുന്ന സ്ഥലം പൂ മാർക്കറ്റാന്നാണോ പറയുന്നത്? സംശയം എന്താ, ഉറപ്പായിട്ടും അതെ. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖവും സന്തോഷവും ഒക്കെ കിട്ടും. ഈ സമയത്ത് നമ്മുടെ സച്ചി വന്നു കേട്ടോ. സച്ചി വന്ന ഉടനെ തന്നെ ചോദിച്ചു, ഇതെന്താ എല്ലാവരും ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത്? അതെ, നിന്നോട് പറയാൻ മനസ്സില്ല എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. മനസ്സൊന്നും വേണ്ട, എല്ലാവരും സന്തോഷത്തോടു കൂടിയല്ലേ ജോലി ചെയ്യുന്നത്, അതാ എന്റെ സന്തോഷം. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനല്ല, സച്ചി പറഞ്ഞു, അച്ഛാ അടുത്ത ലോഡ് വന്നിട്ടുണ്ടെന്നേ, ഓണറോടൊന്ന് പറ എന്നിങ്ങനെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഓണർ കേട്ടല്ലോ. അപ്പം രേവതി പറഞ്ഞു, ആ പൂക്കളൊക്കെ അകത്തേക്ക് എടുത്തു വെക്കാൻ പറ ഓട്ടോക്കാരനോട് അച്ഛാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പുറകെ നിന്ന് ഇത് കൂടുതൽ പോകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ചു നിന്ന് തല കുലുക്കാണ് കേട്ടോ. ഏതായാലും രസമുണ്ട് എല്ലാം കാണാൻ കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ അടുത്ത നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് വരുന്നവരെ ബൈ.